സെന്റ് തോമസ് തിയേറ്റേഴ്സിന്റെ രണ്ടാമത് നാടകം കൊഴുത്ത കാളക്കുട്ടി. ഇരുണ്ട ആ രാത്രിയുടെ ഞെട്ടിക്കുന്ന ഭീകരതയിൽ ഒരു യുവാവ് കൂടി കൊല്ലപ്പെട്ടു. സ്നേഹാനിധിയായ പിതാവിനെ ഉപേക്ഷിച്ച് തൻ്റെ ഓഹരി വാങ്ങി നാടുവിടുന്ന മകൻ ഇന്നത്തെ ലോകത്തിൻ്റെ കാപട്യത്തിൽപ്പെട്ട് രക്ഷപ്പെടാനാകാതെ നിലവിളിക്കുമ്പോൾ മകനെ രക്ഷിക്കാനായി സ്വന്തം ജീവനും രക്തവും നൽകാൻ തയ്യാറാകുന്ന ഒരു പിതാവ്. സഹോദരന്റെ മടങ്ങിവരവിൽ മാനസാന്തരത്തോടെ സ്വന്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു ജ്യേഷ്ഠൻ. മടങ്ങിവരവിന്റെ ഈ ഉത്സവത്തിലെ വർണ്ണപ്പൊലിമയിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ കൊഴുത്ത കാളക്കുട്ടി. രംഗത്ത് എബ്രഹാം സ്റ്റീഫൻ, ബിജി എബ്രഹാം, ബിനു തോമസ് കുരിക്കാട്ടിൽ, ബിനോയ് തോമസ്, അരുൺ ടി ലാലു, ബിജു വെള്ളു, റജി ഇടുക്കള ഫിലിപ്പ്, ജോർജ് ടി ജെ ആൻഡ് മാസ്റ്റർ തരുൺ കോശി മാത്യു. റെക്കോർഡിംഗ് അലക്സ്. എഡിറ്റിംഗ് ആശിഷ് കുര്യൻ മാത്യു. Background music Abraham Stephen. Script Abraham Stephen. Direction Biju Vellu. മാർക്കോസേ എന്തിനാ അവിടെ കിടന്നിങ്ങനെ തൊള്ള തുറക്കുന്നേ? ഞാനിതാ വരുന്നു. കിടക്കുന്നു. എടി, നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? അപ്പൊ എന്നെ അല്ലയോ വിളിച്ചത്? എന്തിനാ മറിയാമ്മേ അച്യുതാനന്ദന്റെ JCB വരുന്ന പോലെ വിളിച്ചേനും വിളിക്കാത്തതിനും ഒക്കെ ഇങ്ങനെ അങ്ങ് തുള്ളിച്ചാടി ഇറങ്ങി വരുന്നത്? എന്റെ നല്ല ജീവൻ അങ്ങ് എടുത്തല്ലോടി നിന്നെ കണ്ടപ്പം. വിളി കേട്ടു വന്നാ കുഴപ്പം, വന്നില്ലേ കുഴപ്പം. ഇത് ഞാനിത് എന്നാത്തിന്റെ കേടാ. എടി, ഞാൻ നമ്മുടെ ആ ജോലിക്കാരൻ മർക്കോസിനെയാ വിളിച്ചത്. നിങ്ങളുടെ കാറിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ പിന്നെയും അലാവുദ്ദീനും അത്ഭുത വിളക്കും കണ്ട് പേടിച്ച് നിലവിളിക്കുമായിരിക്കും. അല്ലടി മറിയാമ്മേ, നമ്മുടെ ജെയിംസ് കുട്ടി പോയിട്ട് ഇന്ന് 4 ദിവസമായി. അവന്റെ ഒരു വിവരം അറിയുന്നില്ലല്ലോ. അവൻ മൊബൈലൊന്നും കൊണ്ടുപോയിട്ടില്ലോടി. കൊള്ളാം. ആപ്പിളും പോരാത്തതിന് ബ്ലാക്ക്ബെറിയുമായിട്ടാവും പോയിരിക്കുന്നത്. താണ്ട കിടക്കുന്നു. എടി, അവൻ ആപ്പിളും ഓറഞ്ചും കൊണ്ടുപോയെന്നല്ല ഞാൻ ചോദിച്ചത്. അത് തന്നെ പറഞ്ഞേ, 2 മൊബൈലുമായിട്ടാവും പോയിരിക്കുന്നേന്ന്. എന്നിട്ടും അവനൊന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഇതാണോ വലിയ കാര്യം? കൂട്ടുകാര് കൂടി ടൂർ പോയിരിക്കുന്നതിനിടയ്ക്കാ അവന് നിങ്ങളെ വിളിക്കാൻ നേരം. അല്ലടി മറിയാമ്മേ, മദ്യപിച്ച് മറിയാമ്മയുടെ മകൻ മറിഞ്ഞു വീണ് കിടന്ന മരുന്ന് കൊടുക്കാൻ പോലും മനുഷ്യരില്ലാത്ത മലയാളക്കരയാടി നമ്മുടെ നാട്. മനുഷ്യരൊന്നും ഇല്ലാത്തടത്തല്ലല്ലോ മധ്യ കേരളം. അവിടെ അവൻ പോയിരിക്കുന്നേ. മധ്യ കേരളം നല്ല സ്ഥലം. എടി, അവിടെ ആടി മദ്യം കിട്ടാനുള്ള എളുപ്പമുള്ള വഴി. അതിന് നിങ്ങളെ തന്നെ പറഞ്ഞാ മതിയല്ലോ. ടൂറിനെന്ന് പറഞ്ഞപ്പോഴേ ആരോടും പറയാതെ 50,000 രൂപയല്ലയോ എടുത്ത് അങ്ങോട്ട് വീശിയത്. ദാണ്ട കിടക്കുന്നു. എടി, ടൂർ പരിപാടിക്ക് പിരിയേറ്റിയതൊക്കെ ഞാനാന്നാ വിചാരം? എടി, അതിനൊക്കെ കാരണം നമ്മുടെ വികാരി അച്ഛനല്ലയോ? അച്ഛൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോട്ടിരുന്ന് ഇന്റർനെറ്റിൽ നിന്നുള്ള വരയാടിന്റെയും കാട്ടുപോത്തിന്റെ എല്ലാം കൂടെ പടമെടുത്ത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ അങ്ങോട്ട് ഇട്ടു.
അത് കണ്ട് അന്ന് തുടങ്ങിയത് അവന് ടൂർ പോണം എന്നുള്ള ഈ ഒരു വാശി. ഇനിയിപ്പൊ മോൻ പോയി വല്ല കാട്ടുപോത്തിനെയാണല്ലോ കണ്ടോ? എടി, കാട്ടുപോത്തുകളെ കാണാൻ മധ്യ കേരളത്തിൽ ഒന്നും പോകേണ്ട കാര്യമില്ലെന്ന്. നമ്മുടെ പള്ളിയുടെ ഇടവക സംഘം മീറ്റിംഗ് കൂടുമ്പോൾ അതിന്റെ ഇടയ്ക്കോട്ടൊന്ന് പോയിരുന്നാ മാത്രം മതി. അല്ല, ഈ ഫോട്ടോ എടുത്തിട്ടെന്ന് പറയുന്ന നമ്മുടെ അച്ഛൻ ഇതുവരെ പടത്തിലല്ലാതെ നേരിട്ടൊരൊറ്റ വരയാടിനെ കണ്ടിട്ടില്ല. പിന്നല്ലയോ ഇന്നലെ അങ്ങോട്ട് പോയ നമ്മുടെ ജെയിംസ് കുട്ടി. നീ ഒന്ന് പോമറിയാമേ. നീ ചെന്ന് മർക്കോസിനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. മുതലാളി എന്നെ വിളിച്ചായിരുന്നോ? എടാ, നേരം വെളുത്തിട്ട് ഇത്ര നേരമായി. ഇന്ന് വല്ല പണി നടന്നു. രാവിലെ മുതൽ ആഹാരം പോലും കഴിക്കാതെ അടുക്കളത്തോട്ടത്തിലെ ആന്തൂര്യത്തിന് വളമിടുമായിരുന്നു ഞാൻ. എടാ, ആഹാരം കഴിക്കാതിരിക്കാൻ നീ ആരാ? അണ്ണാഹാസാരെ? എടാ മർക്കോസേ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ അടുക്കളത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിന് എന്തിനാടാ ഈ കൂളിംഗ് ഗ്ലാസും ജീൻസും ടീഷർട്ടും ഒക്കെ? അതാ മുതലാളിക്ക് പിടിയില്ലാത്ത. സെപ്റ്റംബർ മാസത്തിൽ സൂര്യനിൽ നിന്ന് UV റേസ് അടിക്കുന്നത് 28 ഡിഗ്രി ചരിഞ്ഞിട്ടാ. അത് നേരിട്ട് നമ്മുടെ കണ്ണിലടിച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോകും. അഥവാ സ്കിന്നിലാണ് അടിക്കുന്നതെങ്കിൽ നമ്മുടെ സിനിമാ നടൻ സലീം കുമാറിനെ പോലെ കറുത്തു പോകും. അതിനല്ലയോ ഞാൻ ഈ പാടുപെടുന്നത്? കൊള്ളാം. എടാ, ഇപ്പൊ നിന്നെ കണ്ട നല്ല വെളുത്തു ചുമന്ന് സായിപ്പിനെ പോലല്ലയോ ഇരിക്കുന്നത്. 1975 ഞാൻ ന്യൂസിലൻഡിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് കാണണമായിരുന്നു. നല്ല വെളുത്ത് ചുമന്ന് പൂവമ്പഴത്തിന്റെ നിറമായിരുന്നു. പിന്നെന്താടാ ഇപ്പൊ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് നീ പ്രാന്തം പിടിച്ച് പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയ പോലായത്? ഹലോ, ഹായ് മൈ ഡാർലിംഗ്. ഞാനിവിടെ കേരളത്തിലെ അഗ്രികൾച്ചറൽ ഓഫീസിൽ വെജിറ്റബിൾസിനെ പറ്റി ഒരു റിസർച്ചിലാണ്. നിനക്ക് സുഖം തന്നെ അല്ലേ? എന്റെ തിരക്ക് കുറഞ്ഞിട്ട് ഞാൻ മിസ് കോൾ അടിക്കാം. ഓക്കേ? ആരാടാ ഈ ഡാർലിംഗ്? അത് പിന്നെ എന്റെ ഭാര്യ അങ്ങുന്നേ. ന്യൂസിലാൻഡിലായിരുന്നപ്പോഴുള്ള പരിചയമാണ്. BSc നേഴ്സാ. അവളോട് ഞാൻ ഇവിടുത്തെ അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. പച്ചക്കറിത്തോട്ടത്തിൽ ചെടിക്ക് തടമെടുത്ത് വളമെടുത്ത നീയാന്നോടാ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്? എന്തിനാടാ ഇങ്ങനെ പുളു അടിക്കുന്നേ? അതെ, ഞാൻ മാത്രമല്ലല്ലോ. പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ, മുതലാളി എന്തിനാ ഒരിക്കലും കത്തിക്കാത്ത ഈ ചുരുട്ടും കടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുന്നേ? അത് പുളുവല്ലയോ? എടാ, മുതലാളിമാരാണോ? ഇതൊക്കെ ഉണ്ടെങ്കിലേ പൊതുജനത്തിന്റെ മുമ്പിൽ നമുക്കൊരു വെയിറ്റ് ഉള്ളടാ. എന്നിട്ടെന്നാ ഇത് കത്തിച്ച് വലിക്കാതെ വായിൽ കുത്തിക്കയറ്റിക്കൊണ്ട് നടക്കുന്ന എന്റെ ചോദ്യം? എടാ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന പഴമൊഴി നീ കേട്ടിട്ടില്ലയോ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാ. പുകവലിക്കാനാണെങ്കിൽ അതിന് എനിക്കൊട്ട് മോഹവുമില്ല. ഇഞ്ചൂറിയസ് ആണ്. പിന്നെ എന്തിനാ മുതലാളി കിണ്ടിയുടെ വാല് പോലുള്ള ഈ സാധനം ഇടയ്ക്കിടെ വായിൽ തിരികെ കയറ്റുന്നേ? എടാ, അതെന്റെ വെപ്പുപല്ല് ഇളകി പോകാതിരിക്കാനാ. അതിനൊരു തടയായിട്ടല്ലയോ? അപ്പം മുതലാളിയുടെ മുല്ലപ്പൂ പോലുള്ള ഈ പല്ലെല്ലാം വെപ്പാണോ? അത് നീ ഇനി നാട് മുഴുവൻ പാടിക്കൊണ്ട് നടക്കണ്ട. അത് ഞാനെന്തിനാ പാടിക്കൊണ്ട് നടക്കുന്നേ? ഇവിടുത്തെ മറിയാമ്മ കൊച്ചമ്മയുടെ പടുതി കാണുമ്പോഴേ എല്ലാരും പറയും മുതലാളിയുടെ വായി പല്ല് കാണത്തില്ലെന്ന്. എന്നാലും എന്റെ മുതലാളി, പ്രായപൂർത്തിയായ ഒരാളുടെ വായിൽ എത്ര പല്ല് വരെ ഉണ്ടാകും? ചോദിക്കുന്നത് കേട്ടോ, പ്രായപൂർത്തിയായ ഒരാളുടെ വായിൽ എത്ര പല്ലുണ്ടാവും?
എടാ അത് അവനവന്റെ കയ്യിലിരിപ്പ് എങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും വായിലെ പല്ലിന്റെ എണ്ണു, അല്ല പിന്നെന്താ. അപ്പോ മുതലാളിയുടെ കയ്യിലിരിപ്പ് തീരെ മോശമല്ലയോ? അത് തന്നെടാ. അതല്ലയോ എല്ലാ പല്ലും പോയി മുതലാളി ഇങ്ങനെ വെപ്പുപല്ലും വെച്ചോണ്ട് നടക്കുന്നേ. പോടാ കുരുത്തം കേട്ടവനെ. അടി അടി. ആ എടാ മർക്കോസേ, നിന്നെ ഞാൻ വിളിപ്പിച്ചത് ജോർജ് കുട്ടി പണിക്കാരെയും കൊണ്ട് നമ്മുടെ തോട്ടത്തിലും വയലിലുമൊക്കെ പണിയെടുപ്പിക്കാൻ പോയിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി. അവന് വല്ലോ അവിടെ ആവശ്യമുണ്ടോന്നും പണിയൊക്കെ നടക്കുന്നുണ്ടോന്നുമൊക്കെ നീ പോയി ഒന്ന് നോക്കിയിട്ട് വരണം. ആ നമ്മുടെ ഡ്രൈവറെയും കൂട്ടി ജീപ്പ് എടുത്തോണ്ട് പോയാ മതി. ഞാൻ ഓർക്കുമായിരുന്നു, ജോർജ് കുട്ടി വീടിനു വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ആ ജെയിംസ് കുട്ടി മാത്രം വീട്ടുകാര്യമൊന്നും നോക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് എന്താന്നാ എന്റെ സംശയം. അതിനെല്ലാം കാരണക്കാരി അവന്റെ അമ്മ മറിയാമ്മയാണ്. ഇളയ മോനാണല്ലോ എന്ന് വിചാരിച്ച് അവൾ അവനെ ഇത്തിരി കൂടുതൽ കൊഞ്ചിച്ചു. ഇതാ മുതലാളി നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാത്തത്. മക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അനാവശ്യമായി പണവും മൊബൈലും ബൈക്കും ഒക്കെ വാങ്ങിക്കൊടുത്താൽ പിള്ളേര് തടിയന്റെ അവിടെ നസീറിനെ പോലെ ആയിപ്പോകും. ആ നീ ഇനി ഈ കാര്യം പറഞ്ഞ് സമയം കളയാതെ ഞാൻ പറഞ്ഞത് ചെയ്യേ. ശരി മുതലാളി. Hi Dad, how are you? മോനെ ജെയിംസേ, നീ വന്നോടാ. നീ പോയിട്ട് ഇന്നേക്ക് 3 ദിവസം കഴിഞ്ഞു. എന്നാ ഡാഡിക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ നിനക്ക് തോന്നിയില്ലല്ലോടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? പുതിയ മൊബൈൽ മേടിക്കാനും റീചാർജ് ചെയ്യാൻ വേണ്ടി ഡാഡി കുറെ കാശ് എനിക്ക് തന്നിട്ടുണ്ടല്ലേ. 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഡാഡി തന്ന കാശെല്ലാം തീർന്നു. 2 ദിവസം കൊണ്ട് തന്നയച്ച 50,000 രൂപയും നീ തീർത്തെന്നു? ഡാഡി, ഈ 50,000 എന്ന് പറഞ്ഞ ഈ കാലത്ത് എന്താ? വി ആർ ഡീലിംഗ് ഇൻ ലാക്സ്. എടാ, ഇങ്ങനെ കറൻസി നോട്ടുകളെ കയ്യിലെ പോലെ പറപ്പിക്കാൻ നിന്റെ അപ്പൻ ധനകാര്യ വകുപ്പിലൊന്നുമല്ല. ചുമ്മാതല്ലടാ നിന്നെ നാട്ടുകാരെല്ലാം കൂടി മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്നത്. ഡാഡിക്ക് എന്റെ കുട്ടൻസ് അറിയോ? മുടിയുള്ളവനല്ലേ മുടിയനായ പുത്രന് വിളിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ എന്റെ ചേട്ടന്റെ കൂട്ട് മുടിയില്ലാത്തവൻ മുടിയനായ പുത്രനെ വിളിക്കാൻ പറ്റുമോ ഡാഡി? എന്തായാലും നിന്റെ ചേട്ടൻ നിന്നേക്കാൾ മിടുക്കനാണ്, കാര്യപ്രാപ്തി ഉള്ളവനുമാണ്. അനാവശ്യ ചിലവുകൾ ഒന്നുമില്ല, മദ്യപാനമില്ല, പുകവലിയില്ല, ഒരൊറ്റ സ്ത്രീകളുടെ മുഖത്തവൻ നോക്കത്തില്ല. സ്ത്രീകളുടെ മുഖത്ത് നോക്കത്തോണ്ടല്ലേ ചേട്ടത്തിയമ്മയും പിള്ളേരും പിണങ്ങിപ്പോയത്. ചേട്ടന്റെ തല കിഡ്നിയില്ലെന്ന് പറഞ്ഞ് ചേട്ടന്റെ കൂടെ പണി ചെയ്യാൻ എന്നെ കിട്ടത്തില്ല ഡാഡി. ഐ വോണ്ട് ഗോ. എന്താ, എവിടെ പോകണമെന്നാ നീ പറയുന്നത്? എനിക്ക് ഈ ദേശം വിട്ട് അങ്ങ് ദൂരെ പോണം ഡാഡി. ദൂരെ പോകണമെന്നുണ്ടെങ്കിലേ നീ പൊക്കോ, പക്ഷെ പോയി സ്വയം അധ്വാനിച്ച് ജീവിക്കണം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഞാൻ പോണെങ്കിൽ എന്റെ വീതം കിട്ടണം. മോനെ, നീ എന്നായി പറയുന്നത്? കൂട്ടുകാരോടൊപ്പം നടന്ന് വേണ്ടാത്തതൊക്കെ പഠിച്ചു അല്ലേ? ഞാൻ പറയുന്ന സത്യം. ഇന്ന് ഞാൻ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനാണ്. എനിക്ക് എന്റെ ആ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കണ്ട. ഐ ഹാവ് ടു ഗോ അവേ. എന്റെ ഷെയർ എനിക്ക് ഇപ്പം കിട്ടണം. മോനെ, എല്ലാം നീ തീരുമാനിച്ചുറച്ചു തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത്? ഞാനെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ ഷെയർ മേടിച്ചിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്നത്. എനിക്കൊരു അടിമയായിട്ട് ഈ വീട്ടിൽ ഇനി ജീവിക്കണ്ട. ലെറ്റ് മീ ഗോ. അടിമയാണ് പോലും അടിമ. മോനെ, അപ്പൻ നിങ്ങളെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ടും എന്നെ വിട്ടുപോകാനാ തീരുമാനമെങ്കിൽ ആയിക്കോടാ, ഞാനായിട്ട് ഒന്നിനും തടസ്സം നിൽക്കില്ലടാ. താങ്ക് യു ഡാഡി, താങ്ക് യു. ഗുഡ് ബൈ. ബെഞ്ചമിൻ അല്ലേ പേര്? അതെ, പക്ഷെ എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഞാൻ ജെയിംസ്, മുല്ലക്കപ്പറമ്പിലെയാണ്. മുല്ലക്കപ്പറമ്പിലെ കറിയാച്ച മോനാലിയുടെ ഇളയ മോന. അതെയോ? ചേട്ടനെ ഞാൻ അറിയും,
ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ചേട്ടന്റെ കൂടെ ബംഗ്ലാവ് വന്നിട്ടുണ്ടല്ലേ? അങ്ങനെയാണെന്തോ എനിക്ക് പരിചയം. ഈ സിറ്റിയിലാണോ ജോലി? ഓ, ഞാൻ SLC കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് പോകുന്നു. ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം മുതൽ ജോലിയൊന്നുമില്ല. പിന്നെ ജെയിംസ് ഇവിടെ? ഞാൻ ഈ സിറ്റിയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വന്നേ ഉള്ളൂ. ആ കാണുന്ന ബ്രിഡ്ജിൽ അടുത്തുള്ള സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുന്നത്. ഓ, നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? അതുകൊണ്ട് വലിയ വലിയ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് താമസിക്കാം. എനിക്കന്ന് താമസിക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ ഈ സിറ്റി മൊത്തം അലയുകയാണിപ്പോ. ബെഞ്ചമിൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്റെ കൂടെ കൂടെ. എനിക്കല്ലേലും ഈ സിറ്റിയിൽ ആരും പരിചയമില്ല. എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ കൂടാം. അയ്യോ, അപ്പൊ ഉടനെ ഒന്നും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ലയോ? കൊള്ളാം. വീട്ടിലേക്കോ? ഏത് വീട്? ലോകമേ തറവാട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആ, അപ്പൊ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്നാണോ? എന്റെ ഷെയർ എഴി മേടിച്ചിട്ട് അത് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഞാൻ ഈ സിറ്റി വന്നിരിക്കുന്നത്. അയ്യോ, എന്താ ഈ പറയുന്നേ? അതെന്തായാലും ശരിയായില്ല. അങ്ങനെ വീടും അപ്പനുമായിട്ടുള്ള ബന്ധം നമുക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ പഴയ ചിന്താധികാരാണ്. ബെഞ്ചമിൻ ഇന്നു മുതൽ എന്റെ കൂടെ കൂടെ. ഐ വിൽ ഷോ യു ഹൗ ടു ലിവ് ലൈഫ്. അയ്യോ, ഞാൻ ജെയിംസിനൊരു തലവേദന ആവില്ലേ? ഒന്നും പേടിക്കണ്ട. 2 ജനറേഷൻ കഴിയാനുള്ള കാശ് എന്റെ ഉണ്ട്. ഇവിടെ ഒരു നൈറ്റ് ക്ലബ് ഉണ്ട്. ലെറ്റ്സ് ഗോ ദേർ ആൻഡ് എൻജോയ്. ബഡാ സാബ്, ഇന്ന് ക്ലബിൽ വന്ന 2 പയ്യന്മാരെ സാബ് ശ്രദ്ധിച്ചു? കൊള്ളാം. അവർ വന്നപ്പോൾ മുതൽ ഞാൻ അവരെ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലബുകളിൽ കയറി നല്ല പരിചയമില്ലെന്ന് തോന്നുന്നു. പണം ചെലവഴിക്കുന്നതിന് ഒരു മടിയുമില്ലാത്തവരാണ്. അത് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ ഒരുത്തന്റെ സൂട്ട് കേസ് തുറന്ന് കണ്ടപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി. 1000ന്റെ നോട്ടുകെട്ടുകൾ തന്നെയാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ ഓപ്പറേഷൻ നടത്തണം. അവരാണ് നമ്മുടെ ഇന്നത്തെ ഇര. അവർ 2 പേരുണ്ടായോണ്ട് നമുക്ക് ഇച്ചിരി റിസ്കാ. സാരമില്ല. ഏതായാലും ഒരു ഗോൾഡൻ ചാൻസ് ആണ് വീട് കിട്ടിയിരിക്കുന്നത്. കമോ. എടിയേ, എങ്കിലും എത്ര നാളായി നമ്മുടെ ജെയിംസ് കുട്ടി പോയിട്ട്? ഒരു വിവരവും അറിയുന്നില്ലല്ലോ. ഞാൻ പലതവണ അവന്റെ മൊബൈലിൽ വിളിച്ചു നോക്കി. അവന്റെ 2 നമ്പറുകൾ ആക്റ്റീവ് അല്ലെന്നാ മറുപടി. അപ്പനും അമ്മയും കൂടെ ചോദിച്ചതിന് ഇറക്കി കൊടുത്ത് പുന്നാര മോനെ അങ്ങ് പറഞ്ഞു വിട്ടില്ലേ? അനുഭവിക്ക് മോനെ,
അവനെപ്പറ്റി വല്ല വിവരം കിട്ടിയോ? എവിടെയാ മോനെ എന്റെ കുഞ്ഞ്? വേറെ എങ്ങുമല്ല, അങ്ങ് നോർത്ത് ഇന്ത്യയിൽ. നല്ല വാർത്തയാ, ഈ പത്രത്തിലുണ്ട്, വായിച്ചു നോക്ക്. അവന്റെ കാര്യം പത്രത്തിലുണ്ടെന്നോ? എന്താ മോനെ, നീ ഒന്ന് തെളിച്ചു പറ. സത്യമാണോ ജോർജ് കുട്ടി നീ പറയുന്നതൊക്കെ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? നിങ്ങൾ എന്നെ വായിച്ചു നോക്ക്. ഹോട്ടലിൽ കൂടി താമസിച്ചവനെ കൊന്നതിനുള്ള കുറ്റത്തിന് ജയിലിലെ പുന്നാരമോൻ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? അയ്യോ എന്റെ കർത്താവേ, ശരിയാണല്ലോ, ഇത് അവന്റെ ഫോട്ടോ തന്നെയാണ്. എന്തോ പറഞ്ഞാലും ഞാനിതൊന്നും വിശ്വസിക്കത്തില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ശരിയാ, അവനെ ആരോ ചതിച്ചതാണ്. ഒരു കൊലപാതകം ചെയ്യാനൊന്നും എന്റെ മോനെ കൊണ്ട് ഏതായാലും ആകില്ല. കൊടുത്ത വീതം എല്ലാം കൂടെ വിറ്റ് തൊലച്ച പണം കൊണ്ട് പോയപ്പോഴേ ഞാൻ കരുതി ഇത് നടക്കും, ഇതിലപ്പുറം നടക്കും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാനുണ്ടല്ലോ. ജോർജ് കുട്ടി, അതും ഇതും പറഞ്ഞ് നമ്മൾ ഇനിയും വഴക്കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി അവനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള വഴിയാ നാം നോക്കേണ്ടത്. ശരിയാ, നീ തന്നെ ഒന്ന് പോയി നോക്കുമോനെ. അയ്യ, ഇറക്കാനായിട്ട് അങ്ങ് ചെന്നാ മതി. ഇത് കൊലപാതക കുറ്റമാ. പിന്നെ ഇത് നമ്മുടെ നാട് പോലും അല്ല. ഏതായാലും നീ ഒന്ന് പോയി നോക്കുമോനെ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയാമല്ലോ. പിന്നെ എന്തോ അറിയാൻ ഞാൻ. ഇനിയും എന്നെയും കൂടെ പിടിച്ച് അവരകത്തിടും. എനിക്ക് അവിടെ ഒരുത്തിനെയും പരിചയമില്ല. ഇവിടെ ആണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്കാന്ന് കേസും വഴക്കും. അതുകൊണ്ട് ഞാൻ പോവില്ല. വേണ്ടവര് പോയി അന്വേഷിക്കും. അപ്പൊ നിന്റെ അപ്പൻ ഈ വയസ്സാങ്കാലത്ത് പോയി തിരക്കണമെന്നാണോ നീ പറയുന്നേ? ശരിയാ, നീ പറഞ്ഞതാണ് അതിന്റെ ശരി. മകൻ ചെയ്ത തെറ്റിന് അപ്പൻ തന്നെ പരിഹാരം കാണണം. അവൻ ചെയ്തു പോയ പാപത്തിന് എന്റെ ജീവനും രക്തവും കൊടുത്തേ മതിയാവുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണടാ. കാരണം അവൻ എന്റെ മോനാടാ, എന്റെ മോൻ. മാർക്കോസ് ചേട്ടാ, മാർക്കോസ് ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജെയിംസ് ആണ്. എന്റെ ഒടേ തമ്പുരാനെ, ജെയിംസ് മോനെ, ഇത് എന്തൊരു കോലം! ക്ഷീണിച്ച് മെലിഞ്ഞ് മോനങ്ങ് സൊമാലിയക്കാരനെ പോലെ ആയല്ലോ. ഞാൻ ജയിലിലായിരുന്നു ചേട്ടാ. മോനെ, നിന്റെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ഡാഡി മമ്മിയും അപ്പൊ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞോ? പിന്നില്ലേ, ഇന്നത്തെ കാലത്ത് വല്ലോ മൂടി വെക്കാൻ ഒക്കുമോ? ടിവിയിലും പത്രത്തിലുമെല്ലാം ചടപടാ ന്യൂസ് അല്ലായിരുന്നു. നാട്ടുകാരെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞാ മതി. എന്റെ ദൈവമേ, ഞാൻ ചെയ്യാത്ത തെറ്റിനാ മാർക്കോസ് ചേട്ടാ ഞാൻ ജയിലിലായ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഡാഡിക്ക് എന്നോട് ദേഷ്യമായില്ലേ? കൊള്ളാം മോനെ, നിനക്ക് വല്ലതും അറിയാമോ? വലിയ തുക മുടക്കി വക്കീലിനെ ഏർപ്പാടാക്കി നിന്നെ ജയിലിൽ നിറക്കിയത് ആരാന്നാ വിചാരിച്ചത്? നിന്റെ ഡാഡി തന്നെ. എല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കാരണവശാലും നീ ഒന്നും അറിയരുത്. മാർക്കോസേട്ടാ, സത്യം മാർക്കോസേട്ട എങ്കിലും അറിയണം, ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ബെഞ്ചമിൻ എന്ന് പറയുന്ന ആളെ മുറിയിലാക്കിയിട്ട് ഞാൻ പുറത്തു പോയപ്പോൾ ആരോ മുറി വന്ന് പുള്ളിയെ കൊല ചെയ്തു. അവരെന്റെ പണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ബെഞ്ചമിൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നയാ കണ്ട്. അങ്ങനെ ഞാൻ കൊല ചെയ്ത് എന്ന സംശയത്തിൽ പോലീസ് എന്നെ അറസ്റ്റും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം ഡാഡി പിന്നീട് അന്വേഷിച്ചറിഞ്ഞായിരുന്നു മോനെ. ആട്ടെ, ജയിലിൽ നിന്നിറങ്ങി ഇത്ര നാളായിട്ടും മോൻ എന്താ ഇങ്ങോട്ട് വരായിരുന്നു? അത് പിന്നെ ഡാഡിയെ എങ്ങനെ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പണവും ജോലിയില്ലാതെ പലയിടത്തും അലഞ്ഞു നടന്നു. അവസാനം പന്നിയെ തീറ്റുന്ന പണി പോലും എനിക്ക് ചെയ്യേണ്ടി വന്നു. ഭക്ഷണമൊന്നും കിട്ടാതെ വന്നപ്പോൾ പന്നികളുടെ ആഹാരം കഴിച്ച് വിശപ്പ് അടക്കി. എന്റെ കുഞ്ഞെ, നിന്റെ ഒരു വിധി. കയ്യിലിരുന്ന പൈസ തീർന്നപ്പോൾ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. എങ്ങനെയായാലും ഡാഡിയുടെ കാലെ പിടിച്ച്
ഒരു വേലക്കാരനായിട്ടും എങ്കിലും സ്വീകരിക്കാൻ പറയാനാ വന്നത്. നീ എന്നാ പറഞ്ഞ? വേലക്കാരനായി നിന്നെ സ്വീകരിക്കണമെന്നോ? മോൻ അറിയുമോ, മോൻ പോയ അന്ന് മുതൽ ഡാഡി തകർന്നു പോയി. ഊണിലും ഉറക്കത്തിലുമെല്ലാം മോനെന്ന ഒരൊറ്റ ചിന്തയിലായിരുന്നു നിന്റെ ഡാഡി. മോൻ ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി എത്ര ഉടുപ്പുകളും ചെരുപ്പുകളും മോതിരങ്ങളുമാണ് ഡാഡി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അറിയുമോ? എന്റെ ദൈവമേ, ഞാൻ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ? സത്യമാണ് കുഞ്ഞെ. അപ്പന്റെ സ്നേഹം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാനാവുമോ? സ്നേഹക്കടലാണ് ആ ഹൃദയം. വാ, നമുക്കിപ്പോൾ തന്നെ മാളികയിലേക്ക് പോകാം. വീട്ടിലെ ജീപ്പും ഡ്രൈവറും ആ അരിക്കടയുടെ മുമ്പിലുണ്ട്. വാ മോനെ, നമുക്ക് ജീപ്പിൽ പോകാം. വേണ്ട മാർക്കോസ് ചേട്ടാ, എല്ലാം ഉപേക്ഷിച്ചു പോയ എനിക്ക് ആ വീട്ടിലെ ജീപ്പിൽ കയറാൻ പോലും യോഗ്യതയില്ല. ഞാൻ പതുക്കെ നടന്നു വന്നോളാം. എന്നെ കണ്ട കാര്യം മാർക്കോസ് ചേട്ടാ വീട്ടിൽ പറയല്ലേ. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. മറിയാമോ, എടി മറിയാമോ, കണ്ടോ ഒരനക്കമുണ്ടോന്ന്? ഇപ്പോ ഞാൻ മർക്കോസെ നിന്ന് വിളിച്ചിരുന്നേ അവളോടി വരുമായിരുന്നു. ഓ, സീരിയല് കാണുമായിരിക്കും. ഒരനക്കമുണ്ടോ നോക്ക്. എടി മറിയാമോ. ഓ, വരുന്നു. എന്തിനാടി ഇത്ര വലിയ ടവൽ നിന്റെ നെഞ്ചിൽ ഇങ്ങോട്ട് വിരിച്ചിട്ടേക്കുന്നു? ഒരു സീരിയല് കണ്ടൊന്ന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് ഈ വീട്ടിലില്ല. കണ്ണുനീര് വീണ് നെഞ്ചു മുഴുവൻ നനയാതിരിക്കാനാ മനുഷ്യ ഈ തോർത്ത് നെഞ്ചത്ത് വിരിച്ചിരിക്കുന്നേ, മനസ്സിലായോ? ഉണ്ണിമായ കരയാൻ മുട്ടി നിന്നപ്പോഴാ നിങ്ങളുടെ ഒരു വിളി. എടീ, നമ്മുടെ കരച്ചിലൊക്കെ കഴിഞ്ഞു. നീ ആ വഴിയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇങ്ങോട്ടുള്ള വഴിയെ ഒരാള് നടന്നു വരുന്നത് കണ്ടോ? ആ നടപ്പ് കണ്ടിട്ട് അതെന്റെ ജെയിംസ് മോനെ പോലെ തന്നെ ഉണ്ട്. അയ്യ, ജെയിംസ് മോനെ കണ്ടൊരു കാഴ്ച. അതങ്ങാണ്ട് ധർമ്മക്കാരനോ മറ്റോ. അവൻ പോയ അന്ന് തുടങ്ങിയതാ നിങ്ങളുടെ ഈ ഭ്രാന്ത്. ആര് വന്നാലും പോയാലും എല്ലാം ജെയിംസ് കുട്ടിയാണെന്നാ വിചാരം. അല്ലടി, ഇത് വെറും ധാരണയല്ല. ഇതെന്റെ മോൻ തന്നെ ആടി കൊച്ചു പെണ്ണെ. അയ്യടാ, നിങ്ങൾക്ക് സന്തോഷം വരുമ്പോ മാത്രം ഒരു വിളി, കൊച്ചുപെണ്ണേ കൊച്ചുപെണ്ണേ. അല്ലെങ്കിൽ വിളിക്കും എടി പെണ്ണും പുള്ളേ. അല്ലടി സുന്ദരിക്കുട്ടി, ഇതെന്റെ മോൻ തന്നെയാ. ഞാൻ ഓടിച്ചെല്ലട്ടെ, അവനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. വേണ്ടേ, എന്നെ പറഞ്ഞു സൂചിപ്പിച്ചേച്ച് കണ്ട ധർമ്മക്കാരെയല്ലേ ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്നേക്കരുത്. ഇങ്ങർക്ക് ഇതെന്തിന്റെ സൂക്കേടാ? അയ്യേ, ദാണ്ട് പോയി ആ ധർമ്മക്കാരന് ഉമ്മ കൊടുക്കുന്നു. മമ്മി, ഡാഡി, ഞാൻ നിങ്ങളോടും സ്വർഗത്തോട് പാവം ചെയ്തു. നിങ്ങളുടെ മകനെന്ന് വിളിക്ക് ഞാൻ യോഗ്യനല്ല. അയ്യോ എന്റെ ദൈവമേ, ഇതെന്റെ മോൻ തന്നെയോ? ഇതെന്തൊരു കോലമാണടാ. മമ്മി, എന്നോട് ക്ഷമിക്കൂ മമ്മി. മോനെ. അറിയാമേ, ഇവൻ മരിച്ചവനായിരുന്നു, ഇതാ തിരികെ വന്നിരിക്കുന്നു. എല്ലാവരെയും ക്ഷണിച്ച് ഇന്ന് ഈ വീടടങ്കം സന്തോഷിക്കാനുള്ള ദിവസമാണ്. തൊഴുത്തിൽ നിൽക്കുന്ന ആ കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് ഇന്ന് ഏറ്റവും വലിയൊരു സദ്യ ഒരുക്കണം. ഡാഡി, ഇത്രം സ്നേഹം തരാൻ എന്നിൽ എന്ത് നന്മയുള്ള? നീ എന്റെ രക്തമാണടാ. വരൂ മോനെ, നമുക്ക് അകത്തു പോകാം. புலகம் புல்லானா
മാർക്കോസേ, എന്തോ ഈ വീടെന്തോ നാടകശാലയോ? അകത്ത് പാട്ടും മേളവും, പുറത്തു വലിയ അലങ്കാരം. ആഹാ, ജോർജ് കുട്ടി ഒന്നും അറിഞ്ഞില്ലയോ? എന്തോ അറിയാൻ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും എന്നെ അറിയിക്കാറുണ്ടോ? 4 ദിവസമായി തോട്ടത്തിൽ പണിയെടുപ്പിക്കാൻ പോയ എന്നെ ഫോണിൽ പോലും ആരും വിളിച്ചിട്ടില്ല. അല്ല, ഫോണിൽ വിളിക്കാൻ എന്തൊക്കെ വിശേഷം? ഇന്നല്ലേ ഇവിടെ നടന്നത്? എന്തു വിശേഷമായാലും തൊഴുത്തി കെട്ടിയ എന്റെ കൊടുത്ത കാളക്കുട്ടി എവിടെ പോയടോ? അതെവിടെ പോകാനാ? ബീഫ് ഒലത്തിയതായിട്ട് അവനിപ്പം സർഗോത്സവംകാരുടെ ഊണുമേശയിലെത്തും. താൻ കളി പറയാടോ? എന്റെ കൊടുത്ത കാളക്കുട്ടി എവിടെ? എന്റെ കൊടുത്ത കാളക്കുട്ടി എവിടെ? എവിടെ എവിടെ എവിടെ? അതെ, എന്റെ കുഞ്ഞെ, നമ്മുടെ ജെയിംസ് കുട്ടി തിരികെ വന്നു. ആ കൊലപാതകിക്ക് ഈ വീട്ടിൽ ഇനി എന്തോ കാര്യം? അയ്യോ, ദൈവദോഷം പറയല്ലേ മോനെ. അവൻ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല. ആരോ ചതിച്ചതാ. ജെയിംസ് കുട്ടി തിരികെ വന്ന സന്തോഷത്തിലാ അപ്പൻ ആ കാളക്കുട്ടിയെ അറുത്തത്. ഇന്നിവിടെ വലിയ സദ്യയില്ലയോ? അകത്ത് വിരുന്നുകാരെയെല്ലാം ഫോൺ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുക. വീതം വാങ്ങി നശിപ്പിച്ചിട്ട് തെണ്ടി തിരിഞ്ഞു വന്നവന് വേണ്ടി എന്റെ കാളക്കുട്ടി. എന്നെ ചേട്ടാന്ന് പോലും സ്നേഹത്തിൽ വിളിക്കാത്തവനെ മതി എല്ലാവർക്കും. ഇനി ഞാൻ ഈ വീട്ടിൽ കാർത്തില്ല. ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉള്ളല്ലോ. എന്റെ മോനെ, നീ ജെയിംസ് കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോ. എന്തായാലും നിങ്ങൾ സഹോദരന്മാരല്ലയോ? അയ്യോ, തന്റെ മുഖം വീർപ്പിച്ച മതിൽ കെട്ടിപ്പോയിരിക്കുന്നു. മക്കളെ, ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. കാണാതെ പോയതിനെ ഇതാ കണ്ടുകിട്ടിയിരിക്കുന്നു. അതാ പറഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് പാടുകയും നൃത്തം ചെയ്യുകയും വേണം കേട്ടോ. മർക്കോസേ, അലങ്കാരം ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. കൊള്ളാം. മറിയാമ്മ കൊച്ചമ്മ ഒന്ന് കണ്ടു നോക്ക്. ഈ വീട്ടിൽ ഇന്നൊരു ലഡ്ഡു പൊട്ടും. അത് നമ്മുടെ ജോർജ് കുട്ടിയല്ലയോ? അവൻ പണിസ്ഥലത്ത് എപ്പോ വന്നു? അവൻ എന്തിനാ മതിൽ കെട്ടിപ്പോയിരിക്കുന്നത്? അവൻ വലിയ ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. മോനെ, നീ വന്ന വരവെ എന്തിനാ മതിലിൽ പോയിരിക്കുന്നത്? എടാ, നിന്റെ അനുജൻ മടങ്ങി വന്നത് കണ്ടില്ലേ? കൂടാതെ പിണങ്ങിപ്പോയ നിന്റെ ഭാര്യ ലില്ലിക്കുട്ടിയും പിള്ളാരും അകത്ത് വന്നിരിപ്പുണ്ട്. നീ ഇങ്ങ് വാ മോനെ. ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് അപ്പൻ എന്തെങ്കിലും എന്നെ അറിയിച്ചോ? വേണ്ട, എന്റെ കൊടുത്ത കാളക്കുട്ടി അറക്കുന്ന മുമ്പെങ്കിലും എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. മോനെ, ഈ സംഭവങ്ങളെല്ലാം എടുപടിയെന്ന് നടന്നതാണ്. പണിസ്ഥലത്ത് നിന്ന് നീ ഇന്ന് വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരു കാളക്കുട്ടി പോയതിനാണോ മോനെ നിന്റെ ദുഃഖം? അതിലും നല്ല 100 കാളക്കുട്ടികളെ എന്റെ മോന് ഞാൻ വാങ്ങിത്തരും. ഇനിയും ഈ അപ്പന്റെ കയ്യിൽ അനേക ദാനങ്ങളുണ്ട് മോനെ. അതെല്ലാം എന്റെ 2 മക്കൾക്കും കൂടി ഉള്ളതാ. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, എന്റെ അറിവില്ലാമ ക്ഷമിക്കണേ. മോനെ, ചേട്ട എന്നുള്ള നിന്റെ ആ വിളിക്കായി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അപ്പച്ച, അമ്മച്ചി, എന്റെ പഴയ സഹോദരനെ എനിക്ക് തിരികെ കിട്ടി. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ആനന്ദം! ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിനമാണ്. എല്ലാരും വരൂ, നമുക്ക് പാടി നൃത്തം ചെയ്യാം. തിരികെ വന്നവന്റെ ആഘോഷമാണ് സ്പിരിച്വാലിറ്റി. ബന്ധങ്ങളിലേക്ക്, വീട്ടുചോറിലേക്ക്, മണ്ണിലേക്ക്. അതുകൊണ്ടൊക്കെ നമ്മൾ പറയും സ്പിരിച്വാലിറ്റി ഈസ് യുവർ അവേക്കൻഡ് നൊസ്റ്റാൾജിയ. സ്പിരിച്വാലിറ്റി ഈസ് യുവർ അവേക്കൻഡ് നൊസ്റ്റാൾജിയ.
മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കി മധുവിധു വാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാ